ഒരു കാലത്ത് രാജ്യത്തെ ദളിതരുടെ മുഖമായിരുന്നു മായാവതി. മായാവതിയുടെ അവസരവാദ രാഷ്ട്രീയം BSP എന്ന പാർട്ടിയുടെ നട്ടെല്ല് തകർത്തിരിക്കുന്നു. മായാവതിക്ക് മാത്രമല്ല, ഒട്ടേറെ അവസരവാദികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടിയേറ്റു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും മങ്ങിപ്പോയ ഒരു പാർട്ടിയുണ്ട്, BSP. അപ്രസക്തയായ രാഷ്ട്രീയ നേതാവട്ടെ മായാവതിയും. 90കളുടെ തുടക്കത്തിൽ UP രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന മായാവതി വളരെ പെട്ടെന്ന് UP രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും എഴുതിത്തള്ളാനാകാത്ത സാന്നിധ്യമായി, ദളിതരുടെ വിമോചകയായി. എന്നാൽ മായാവതി BJPയുടെ വർഗീയ രാഷ്ട്രീയവുമായി സന്ധി ചേർന്നു. ഒപ്പം കോർപ്പറേറ്റ് രാഷ്ട്രീയത്തെയും പുലുകി. അധികാരത്തിൻ്റെ ശ്രേണികൾ കീഴടക്കിയപ്പോൾ തന്നെ മായാവതിയുടെ ആസ്തിയും കുതിച്ചുയർന്നു. രാജ്യത്തെ ഏറ്റവും സമ്പന്നയായ നേതാക്കളിൽ ഒരാളായി മാറി. മായാവതി എന്ന നേതാവിൻ്റെ ദയനീയമായ പതനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. UPയിലെ 80 സീറ്റുകളിലെ ഒരെണ്ണം പോലും BSPക്ക് ലഭിച്ചില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാമെന്ന് BJPയുമായി മായാവതി രഹസ്യധാരണയുണ്ടാക്കി. മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് 16 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ BSP വിജയിപ്പിച്ചു. എന്നാൽ ദളിത് വോട്ടുകൾ മായാവതിയിൽ നിന്ന് അകന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, UP രാഷ്ട്രീയത്തിൽ പോലും മായാവതിക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. ഒഡീഷയിൽ BJPയെ എതിർക്കും, ദില്ലിയിൽ മോഡിയെ പിന്തുണയ്ക്കും. ഇതായിരുന്നു 25 വർഷക്കാലം ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക്കിന്റെ നിലപാട്. ഒടുവിൽ BJP ഒഡീഷയിൽ ഭരണം പിടിച്ചു. നവീൻ പട്നായിക്കിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. BJPയുമായി അവസരോചിതമായി കൈകോർത്ത BRS നേതാവ് ചന്ദ്രശേഖര റാവു തെലങ്കാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി. മകൾ കവിത ഇപ്പോഴും ജയിലിലാണ്. ആന്ധ്രാപ്രദേശിൽ ഭരണം നഷ്ടപ്പെട്ട YSRCP നേതാവ് ജഗൻമോഹൻ റെഡ്ഡി ഇനി കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാണ്. മതേതര പാർട്ടികൾ വർഗീയതയുമായി കൈകോർത്താൽ ആ പാർട്ടികൾ കാലക്രമത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്നതാണ് ഇന്ത്യയുടെ ചരിത്രം.